ഭാഗ്യമുണ്ടെങ്കിൽ മലയാളം തന്നെ കാണാൻ പറ്റും. പക്ഷെ കാറ്റായോണ്ട് ചാൻസ് കുറവാ. ഇങ്ങനെ ഞങ്ങള് കാട് കയറി പകുതി എത്തിക്ക് തുടങ്ങി കരിങ്ങറങ്ങ് സൗണ്ട് ഉണ്ടാക്കാനായി. മലയെണ്ണം ഭയങ്കര രസം കാണാൻ. ഇത്ര ക്യൂട്ടാ. തേങ്ങ ഒരെണ്ണം തരില്ല, അതും പാറ്റാടേ. അത് കൊണ്ടുപോകും. മലയെണ്ണ അതിനവിടെ നിർത്തിയിട്ട് തുള മാത്രം ഇട്ടു പോകും. നമ്മള് വീഴുമ്പോ നമ്മള് സന്തോഷിക്കും. ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞു കായുള്ളത്. ഓ അറിയാം. ഇത് മഞ്ഞ കളറ് കുറച്ചും കൂടി പച്ച അങ്ങനെ നിൽക്കണതല്ലേ. അപ്പൊ ഞാൻ പോകുമ്പോ കുയിലൊക്കെ സാധനം കൊത്തി കഴിക്കുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് അറിയാൻ ഒരു ആഗ്രഹം. നെറ്റിൽ പിടിക്കുക. ഞാൻ ഒരു ചെറിയ ഇതുപോലെ മാട്ടുണ്ട്. മാട്ടം ചാടി ഇതിനകത്ത് നോറിനെടുത്ത് വായിലിട്ട് കടിയടിച്ചു. ആ പൊന്നോ ചൊറിഞ്ഞിട്ട് ഒരു സഹിക്കാൻ പറ്റണല്ലേ. അവിടെ ഓടി അടുത്ത വീട്ടിൽ കയറി ആ ചേച്ചി കഞ്ഞിവെള്ളത്തിൽ കുറെ ഉപ്പൊക്കെ ഇട്ട് കുറെ പൊടിയൊക്കെ വാരി തന്ന് ചെയ്തത്. ഈ കാണുന്ന സാധനം കണ്ടോ ഒരു മരം, വെന്തേക്ക്. ഇതിപ്പോ ഫുള്ള് ഇല ഉണ്ടാവില്ലേ, നല്ല മാർച്ച് സമയമൊക്കെ ആവില്ലേ, നമ്മൾ വിചാരിക്കാൻ സാധനം ഉണങ്ങിപ്പോയി തന്നെയായിരിക്കും. ഇങ്ങനെ കണക്റ്റഡാ. ഇതിലൊക്കെ വഴിയുണ്ട്. നമുക്കങ്ങനെ പെർമിഷൻ ഇല്ലാത്ത കരടിയും അതൊക്കെ ഉള്ളതാണ്. പിന്നെ പാമ്പും. അമ്മ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കട്ടിലിന്റെ അടിയും കൂടി കൂട്ടി ഇങ്ങനെ അടിച്ചു. അപ്പൊ എന്തൊരു സാധനം കനമുള്ളത് ചൂലുമ്പോ തട്ടി. ഇങ്ങനെ കുഞ്ഞ് നോക്കാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. അപ്പൊ അമ്മ അടിക്കുന്ന സമയത്ത് ചൂലിന്റെ മുമ്പത്ത് എന്തോ തട്ടി. അപ്പൊ ഒന്നുകൂടി ആള് ബലത്തിൽ ഒന്നുകൂടി അടിച്ചു. അപ്പൊ ഒരു ചെറിയ സൗണ്ടും കേട്ടു, ഒത്തിരി ബലം തോന്നി. അപ്പൊ അതിന്റെ കൂടെ അമ്മ മൂന്നാമത്തെ അഴികൊണ്ട് അടിച്ചത് കുനിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ പോയി ഒരു പാമ്പ് അതിനകത്തിരിക്കുന്നു. ചാടി പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രിക് സേവറില്ലേ, ആള് വന്നിട്ടാണ് പിടിച്ചത്. അത്രയും നേരം ആ പാമ്പ് എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഇരുന്നു. അത്രയും ആൾക്കാർ ഓടിക്കൂടി, എല്ലാവരും വന്ന് നോക്കി. പാമ്പ് അവിടെ തന്നെ, ഒരു അനക്കമില്ലാണ്ട് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഓടിപ്പോണ പാമ്പ്, അങ്ങനെ പ്രശ്നമുള്ള പാമ്പൊന്നുമല്ല. എല്ലാം നാശാക്കണത്. അത് കരിങ്ങരങ്ങ്, സിംഹാലങ്ങുരങ്ങ്, മറ്റേ വേഴാമ്പല് വരുമ്പോഴാണ് ഭയങ്കര സൗണ്ട് മലമഴയ്ക്ക്. പാമ്പുണ്ടാവും, ചുരുട്ടല്ലേ, വെള്ളത്തിന്റെ ആവശ്യമുള്ള അല്ല ഇത് എവർഗ്രീൻ ആയില്ലേ, നിത്യഹരിതവനല്ലേ. ഡിസ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ മുഴിയങ്കാടുകളില്ലേ അത്. ഇത് കൃഷ്ണശലഭം എന്തോ പോയതാണല്ലോ. മറ്റേ കടുവയുടെ പുലിയുടെയൊക്കെ മാറി.